ഹായ് ഹലോ വെൽക്കം മൈ ഡിയേഴ്സ്. ഇന്ന് നമുക്ക് കാർഡുകൾ നോക്കാം. 3 കാർഡുകളാണ് എടുക്കുന്നത്. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ, യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ്, ഫ്യൂച്ചറിലേക്കുള്ള ഒരു മെസ്സേജ്. അപ്പോൾ ആദ്യം നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ് ദ മൂൺ കാർഡാണ്. ഈ കാർഡ് ഒരു സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ കാർഡാണ്. ഇൻഡ്യൂഷൻ ഉണ്ടാവുന്ന ഒരു കാർഡാണ്. പക്ഷേ ഒരു ആശയക്കുഴപ്പം ഉണ്ടാവാമെന്നാണ് പറയുന്നത്. മനസ്സിൽ എന്തൊക്കെയോ വ്യക്തമാവാത്ത കാര്യങ്ങൾക്കുള്ള ഒരു ടെൻഷൻ, എന്തോ ഒരു ഇൻഡ്യൂഷനും നിങ്ങൾക്ക് ലഭിച്ചിരിക്കാം. ഇതാണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനായിട്ട് കാണുന്നത്. നിങ്ങളുടെ ഇൻഡ്യൂഷൻ ശക്തമാണെന്ന് പറയാം. അത് ഇപ്പോൾ രണ്ടാമത് കിട്ടിയിരിക്കുന്ന കാർഡ് നോക്കുമ്പോൾ ദ ക്യൂൻ ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഈ കാർഡ് വെച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കി അവരെ ഹീലിംഗ് ചെയ്യാനുള്ള ഒരു കഴിവുള്ള ആൾക്കാരാണ്. ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്ന ആൾക്കാരാവാം. നിങ്ങളുടെ ഇൻഡ്യൂഷനും ശക്തമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു ആശയക്കുഴപ്പമുണ്ട്. അതിനെപ്പറ്റിയുള്ള ഒരു ഇൻഡ്യൂഷനും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് പ്രകാരം ഹീലിംഗ് ആവശ്യമുള്ളവർക്ക് ഹീലിംഗ് ചെയ്യുന്നു, സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. എങ്കിലും നിങ്ങളെയും ശ്രദ്ധിക്കണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ്. ഒരു മെസ്സേജ്, മൂന്നാമത് നമ്മളൊരു മെസ്സേജാണ് എടുത്തിട്ടുള്ളത്. അതിന് കിട്ടിയിരിക്കുന്ന കാർഡ് ദ ടവർ കാർഡാണ്. അപ്പോൾ ഈ ടവർ കാർഡ് ഒരു സഡൻ ചേഞ്ചസിൻ്റെ കാർഡാണ്. അത് ഒരു ഷോക്ക് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ന്യൂസ് നമുക്ക് കേൾക്കേണ്ടി വരും എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഒന്നുകിൽ പഴയത് തകർന്ന് പുതിയതിലേക്ക് ഉള്ള വഴി തുറക്കുന്ന ഒരു മെസ്സേജ് ആയിരിക്കാം. അത് കരിയറിലാണെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വരുന്ന മാറ്റങ്ങളാവാം. റിലേഷൻഷിപ്പിലാണെങ്കിൽ പെട്ടെന്നുള്ള ബ്രേക്കപ്പോ കാര്യങ്ങളോ പിണക്കങ്ങളോ ആവാം. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്തെങ്കിലും രോഗസാധ്യതകളാവാം. അപ്പോൾ എന്തു തന്നെ ആയാലും ഇന്നത്തെ 3 കാർഡുകൾ നിങ്ങളെ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഇൻഡ്യൂഷൻ ഗ്രോത്ത് ഉണ്ട്, എങ്കിലും ഒരാശയക്കുഴപ്പം നിൽക്കുന്നുണ്ട്. മറ്റുള്ളവരെ നിങ്ങൾ ഹീലിംഗ് ചെയ്ത് സപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങളെ കൂടി ശ്രദ്ധിക്കണം എന്ന് ഗൈഡൻസാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്. നമുക്ക് ലാസ്റ്റ് വന്ന കാർഡിലുള്ള മെസ്സേജും അതുതന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഷോക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു ന്യൂസും കേൾക്കേണ്ടി വരാം എന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആയവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.